Shaluja. Hi, Saji. How are you? I'm good. How are you? Yeah, Good. ലൈറ്റുകളൊക്കെ ഇങ്ങനെ ഒന്ന് പൊടിയൊക്കെ തട്ടി നോക്കിയിരിക്കുന്നു. അപ്പൊ കണ്ടില്ല എന്തൊക്കെ ടൈപ്പ് ലൈറ്റുകളാന്ന്. ഞാന് ഇന്നിപ്പം പപ്പയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ പപ്പ പറയുന്ന 53 കൊല്ലം മുന്നേ വെറും ആ ഒരു ബൾബും ആ ഒരു ലെങ്കാ ഷെയ്ഡും അല്ലെ ആ ഷെയ്ഡും ഒക്കെ മാത്രല്ലേ ഉണ്ടായിട്ടുള്ളൂ. 53 years ആയി. അപ്പൊ അവിടെ നിന്നില്ല ഭയങ്കര ഡിഫറൻസ് വന്നിട്ടുണ്ട്. നമ്മൾ തന്നെ കൺസ്ട്രക്ഷനിൽ ഒരു വർക്ക് അറ്റ്ലീസ്റ്റ് 40% ഫിനിഷ് ആകുമ്പോഴത്തേക്കാണ് എല്ലാവരും ഇലക്ട്രിക്കൽ ഡിസ്കഷൻസ് ഒക്കെ സ്റ്റാർട്ട് ആവും. അപ്പൊ എത്ര കൊല്ലായി സജി? നമ്മൾ 13 years ആയി. 13 years. ഓഹോ. അപ്പൊ നിങ്ങളത് എങ്ങനെയാണ്? നമ്മളിപ്പം പ്രീമിയം റെസിഡൻഷ്യൽ കമേഴ്ഷ്യലും ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രൊജക്ട്സ് ആണ് ചെയ്യാറ്. അപ്പൊ ആ പ്രൊജക്ട്സിന്റെ ഇന്റീരിയേഴ്സ് യൂണിക്കാബ് ഇന്റീരിയേഴ്സ് ആണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് എക്സാക്ട്ലി വി ഡു. അത് ശരി. നമുക്ക് ഞാൻ സജീനെ വിളിക്കാൻ ഷോപ്പൊക്കെ ഒന്ന് കാണാനോ. ഹോൾസെയിൽ ആയിട്ടാണോ റീറ്റെയിൽ ആയിട്ടാണോ? നമ്മളെ ഇവിടെ സത്യം പറഞ്ഞാല് രണ്ടുണ്ട് സജി. ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉണ്ട്. ഒരു ബൾബ് വരെ വേണമെങ്കിൽ കസ്റ്റമർ വന്നാല് നമ്മളത് കൊടുക്കും. പക്ഷെ വലിയ വലിയ പ്രൊജക്ട് വർക്ക്സ് വലിയ സാധനങ്ങൾ ഷോപ്സിലേക്കില്ലേ, ഷോപ്സിലേക്കില്ല സാധനങ്ങൾ ഡിസ്ട്രിബ്യൂഷനും കൂടി ഉണ്ട്. അപ്പൊ ഇവിടെ കാലിക്കറ്റ് ആണോ ഡിസ്ട്രിബ്യൂഷൻ? അല്ലാതെ കാലിക്കറ്റ് ഉണ്ട്, വയനാട് ഉണ്ട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡൊക്കെ ഡിസ്ട്രിബ്യൂഷൻ. നടക്കുമ്പം അവിടെ കുറച്ച് കേബിൾസ് കണ്ടല്ലോ, അതുണ്ട് ഇവിടെ. ഇലക്ട്രിക്കൽ ഐറ്റംസ് ഉണ്ട് സജി ഇവിടെ. ഇലക്ട്രിക്കൽ റിലേറ്റഡ് എന്ത് ഐറ്റം വേണമെങ്കിലും ശരിക്കും എനിക്ക് പറഞ്ഞുതരാം. ഇലക്ട്രിക്കൽ തന്നെ നമ്മൾ എന്താണ് ബൾബില് വെറൈറ്റീസ് ഓഫ് ലൈറ്റിങ്സ് ഫുള്ള് അതവിടെ ഭാരതിൽ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെയൊക്കെ ഫാന്, അത് കൂടാതെ ഇൻഡസ്ട്രീസ്, മോഡുലാർ സ്വിച്ചസ്, പിന്നെ വാട്ടർ ഹീറ്റേഴ്സ്, വാട്ടർ പ്യൂരിഫയർ, എവറിത്തിങ് ഈസ് ഹിയർ. ചെറിയ ഡൗട്ട് ഉണ്ട് എനിക്ക്. എന്തായാലും കൺസ്ട്രക്ഷൻ ആണല്ലോ, എനിക്ക് വീട് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ഈ കോൺട്രാക്ടേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്യുക? അതിനൊരു മെത്തേഡ് ഇപ്പം നമ്മൾ ഒരു AI വേൾഡിലാണ് ഉള്ളത്. ഡേ ടു ഡെയിലി നമ്മളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്താണെന്ന് വെച്ചാൽ പഴയ ഓൾഡ് ട്രഡീഷണൽ മെത്തേഡ് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇപ്പം ചിലർക്ക് ഇപ്പം സിസ്റ്റർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് നമുക്ക് കുറച്ച് റെഫറൻസസ് ഉണ്ടാവും. അതൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ആ കോൺട്രാക്ടറിൻ്റെ ഒരു വർക്ക് അന്വേഷിക്കും. ടൈപ്പ് ഓഫ് വർക്ക്, എന്തൊക്കെ ടൈപ്പ് ഓഫ് വർക്കാണ് അവർ ചെയ്തത്, പിന്നെ ആ വർക്കിന് സൈസ് എന്താണ്, എത്ര സൈസ് ഓഫ് വർക്ക്, എവിടെയൊക്കെ അവർ വർക്ക് എടുത്തിട്ടുണ്ട്, അങ്ങനെ തന്നെ അവരുടെ ക്ലയൻസ് ഉണ്ടാവും. ആ ക്ലയൻസ് നിങ്ങൾ പേഴ്സണലി വിളിച്ചിട്ട് ചോദിക്കുക അവരുടെ സർവീസ് എങ്ങനെയുണ്ട്, അവരുടെ ക്വാളിറ്റി ഓഫ് വർക്ക് ഉണ്ടോ ഇല്ലയെന്ന്, കമ്മിറ്റ്മെൻറ്റ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന്, ചില ടൈം ഇത്ര ഈ ഒരു ടൈമിൽ ടൈമിൽ തന്നെ വർക്ക് ഫിനിഷ് ആകുമല്ലോ എന്നൊക്കെ അന്വേഷിക്കാം. അപ്പോൾ ഈ ഒരു ഫീൽഡ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ആ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ചില ആൾക്കാരൊക്കെ പറയില്ല ഒരു ബഡ്ജറ്റ് വെച്ച്, പക്ഷെ അത് വല്ലാതെ എക്സീഡ് ചെയ്തതൊക്കെ. അതൊരു ശരിക്കും നൈസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊരു ഫേസ് ചെയ്യുന്ന ഒരു കൺസേൺ കൂടിയാണ് ഈ ഫീൽഡിൽ. അത് ശരിക്കും എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ വീട് ഉണ്ടാക്കാൻ ഡിസൈഡ് ചെയ്തു, അതിന് ഡിസൈൻ ഉണ്ടാക്കി. അപ്പോൾ ചിലവർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഡിസൈന് കൂടെ തന്നെ വർക്കും തുടങ്ങും. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. അപ്പോൾ ഡിസൈൻ നിങ്ങൾ ഉണ്ടാക്കി അത് നിങ്ങൾ ഫ്രീസ് ചെയ്യണം. ഡിസൈൻ ഫ്രീസ് ചെയ്ത ശേഷം ഇനി കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല. ഡിസൈൻ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ വീട്ടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, നോ പ്രോബ്ലം. അത് ഫ്രീസ് ചെയ്ത ശേഷം പിന്നെ നിങ്ങളൊരു പ്ലാനിങ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് എത്ര ഇയേഴ്സിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഈ വർക്ക് ഫിനിഷ് ആവണം, പിന്നെ ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ എല്ലാ ബഡ്ജറ്റും ഉണ്ടാക്കുക. ആ ബഡ്ജറ്റും ഫ്രീസ് ചെയ്യും. അപ്പോൾ ഡിസൈൻ ഫ്രീസ് ചെയ്തിട്ട് ബഡ്ജറ്റും ഫ്രീസ് ചെയ്ത് പ്രോപ്പർ പ്ലാനിങ്ങും ചെയ്ത് കഴിഞ്ഞാൽ 101% ബഡ്ജറ്റിനുള്ളിൽ നിൽക്കും. സജി കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം. അതെ, ഇനി നിങ്ങൾക്ക് ഒരുപാട് ഓർഡർ ഒക്കെ വരുമല്ലോ. ഇലക്ട്രിക്കൽ തീർച്ചയായിട്ടും പ്രഭ ഇലക്ട്രിക് തന്നെ. കസിന്റെ വീടും യൂണിക്കായി തന്നെ അനിയത്തിന്റെയാണ് കസിൻ. 100%. ശരി സജി, നൈസ് മീറ്റിംഗ്.